മരിച്ചു കിടക്കുന്ന ഒരു പുഴയുടെ അടുത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. മരിച്ചു കിടക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല, ശരിക്കും നമ്മൾ കൊന്നതാണ് ഈ പുഴയെ. നമ്മൾ മനുഷ്യന്മാരും നമ്മുടെ ഭരണ സംവിധാനങ്ങളും എല്ലാവരും കൂടി കൊന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ പുഴയുടെ പേര് എരൂർ പുഴ എന്നാണ്. അതായത് നമ്മൾ കൊച്ചിയോട് തൊട്ടടുത്ത് കിടക്കുന്ന, അതായത് ഇപ്പോൾ ബൈപ്പാസിൽ നിന്നാണെങ്കിൽ ഒരു 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഒരു പുഴയാണ്. എരൂർ നോർത്ത് എന്ന് പറയുന്ന ദ്വീപിന് ചുറ്റിക്കിടക്കുന്ന പുഴയാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ കൂടിയാണ് വാട്ടർ മെട്രോയുടെ ജല സർവീസൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു പുഴ മാത്രമല്ല, നമ്മുടെ ഉള്ള എല്ലാ കായലുകളും തോടുകളും ഒക്കെ മലിനമാക്കപ്പെട്ട് ഒഴുക്ക് നിലച്ച് മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഈ പുഴ പണ്ട് ആളുകൾ കുളിച്ചിരുന്ന പഞ്ചസാര പോലത്തെ മണലൊക്കെ ഉള്ള വളരെ ഒഴുക്കുള്ള പുഴയായിരുന്നത്. ഈ പുഴയുടെ അന്ത്യത്തിന് കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ അപ്പുറത്തെ കര എന്ന് പറയുന്നത് തുതിയൂരാണ് അപ്പുറത്തെ കര. അപ്പോൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാട്ടർ മെട്രോ പോകുന്ന ആ ഭാഗത്ത് ഒരു ഇരുമ്പ് പാലം പണിത് വെച്ചിട്ടുണ്ട്. അതായത് പുഴയുടെ നടുക്കായിട്ട് പണിത് വെച്ചേക്കുക. അതായത് പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പായലടിഞ്ഞ് നിലത്ത് ആ ചെളിയിലോട്ട് പൂണ്ടുപോകും. അപ്പോൾ വീണ്ടും ഒഴുക്ക് നിലച്ച് പുഴ വീണ്ടും മരിക്കും. തിരിച്ചടികൾ നമ്മൾ നേരിടേണ്ടി വരും കേട്ടോ. ഈ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കൊള്ളരുതായ്മകൾക്ക് പ്രകൃതി നമ്മളോട് എണ്ണി എണ്ണി പകരം ചോദിക്കുന്ന ഒരു ദിവസം വരും.